ബന്ധുക്കൾ ഉപേക്ഷിച്ചു പോയ വയോധികരായ രോഗികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും 6-7 മാസമായി രോഗം ഭേദമായിട്ടും ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനാൽ ആശുപത്രിയിൽ തന്നെ കഴിയുകയാണ് 10ഓളം വയോധികർ. വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമുണ്ടെന്ന് ഇവരിൽ മിക്കവരും പറയുന്നു. 24 പരമ്പര തുടരുന്നു. വാർദ്ധക്യം ശാപമോ? ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക, പിന്നീട് രോഗികളെ തിരിഞ്ഞു നോക്കാതിരിക്കുക. അങ്ങനെ മക്കൾ ഉപേക്ഷിച്ച 10 വയോധികരാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉള്ളത്. ഇത് 7 മക്കളുടെ അമ്മ വേശു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ വാർഡിൽ കഴിയാൻ തുടങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞു. രോഗം ഭേദമായെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ല. മക്കൾ ആരുമില്ലേ എന്ന് 75-കാരി വേശുവിനോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: കുട്ടികളെവിടെ പോയി? എന്നിട്ട് മോനെവിടെ? ഇതിനേക്കാൾ ഹൃദയഭേദകമായിരുന്നു പുരുഷന്മാരുടെ വാർഡിലെ കാഴ്ച. ചികിത്സ കഴിഞ്ഞിട്ടും ഉറ്റവർ തിരികെ കൊണ്ടുപോകാത്ത കുറച്ചു മനുഷ്യർ. വാർഡിലെ പരിമിതിക്കുള്ളിൽ നിന്ന് ആശുപത്രി ജീവനക്കാർ ഒരുക്കി നൽകിയ ഇത്തിരിയിടം. വീട്ടിലേക്ക് മടങ്ങണ്ടേ എന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ: മക്കളൊന്നുമില്ല അച്ഛന്? എത്ര പേരുണ്ട്? മോളല്ലേ? അപ്പൊ അവർക്ക് നോക്കാൻ പറ്റുണ്ടാവില്ലേ? കല്യാണം കഴിഞ്ഞതാ. കിടക്കാൻ കട്ടിലോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ തറയിൽ കാർബോർഡ് വിരിച്ചാണ് കിടക്കുന്നത്. ജീവനക്കാർ ശുചിമുറിയിൽ കൊണ്ടുപോയി തിരിച്ചെത്തിക്കും. ദിവസവും 4ഓളം ഡയപ്പറുകൾ വേണം ഒരാൾക്ക് മാത്രം. ആശുപത്രി ഫണ്ടിൽ നിന്നാണ് തൽക്കാലം തുക വിനിയോഗിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാരുടെ സഹായത്തിലാണ് ഈ 9 പേരിപ്പോൾ ഇവിടെ കഴിയുന്നത്. ഇവരിൽ പലർക്കും വീടുകളിലേക്ക് മടങ്ങിപ്പോകാനാകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അതിന് വീട്ടുകാർ തയ്യാറാകുന്നില്ല. അവർക്ക് പോകണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ കെയറൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് ഇവിടെ തന്നെ വരിക എന്നുള്ളതാണ്. അവർക്ക് ഫുഡും ഷെൽട്ടറൊക്കെ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരിക. ബന്ധുക്കൾക്ക് വേണ്ടാത്ത അച്ഛനമ്മമാരെ സന്നദ്ധ കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇതിനുള്ള ശ്രമങ്ങൾ അധികൃതർ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്താർ പാപ്പിക്കും ശ്യാം ബാലുവിനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. മക്കളെ വളർത്തുന്നതിനും കുടുംബം പുലർത്തുന്നതിനുമൊക്കെ ഒരായുസ് മുഴുവൻ ഹോമിച്ചവരാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളപ്പോൾ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. 24ന്റെ അന്വേഷണ പരമ്പര വീണ്ടും തുടരും. വാർദ്ധക്യം ശാപമോ?